ഡേറ്റിന്റെ പ്രശ്നം കാരണം ചില നടന്മാർ ചില സിനിമകൾ ഒഴിവാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ തനിക്ക് വളരെ പ്രിയപ്പെട്ട ചില സംവിധായകരെ വിഷമിപ്പിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അവരെ വെറുപ്പിക്കാതിരിക്കാൻ ചില കഥാപാത്രങ്ങൾ ഒഴിവാക്കിയൊരു നടനുണ്ട് മലയാള സിനിമയിൽ. ആ നടനെക്കുറിച്ചും ആ സിനിമകളെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഹിറ്റ്ലർ സിനിമയ്ക്ക് ശേഷം സിദ്ദിഖ് വീണ്ടും ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നു. ഒരു 3 സുഹൃത്തുക്കളുടെ കഥ. നമുക്കറിയാം ഫ്രണ്ട്സ് എന്ന് പറയുന്ന സിനിമ. അപ്പോൾ അന്ന് സുരേഷ് ഗോപിയും മുകേഷും ശ്രീനിവാസനെയൊക്കെ വെച്ചാണ് അന്ന് പ്ലാൻ ചെയ്തത്. പക്ഷേ ഇവരെല്ലാം പ്ലാൻ ചെയ്ത് 99 വിഷുവിന് റിലീസ് ചെയ്യാവുന്ന രീതിയിൽ തിയേറ്ററെല്ലാം ചാർട്ട് ചെയ്തു. ലാല് തന്നെയായിരുന്നു അതിൻ്റെ നിർമ്മാണവും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ. വേറെ കോ പ്രൊഡ്യൂസേഴ്സൊക്കെ ഉണ്ടായിരുന്നു. മുകേഷ് ഒരു പ്രൊഡ്യൂസറായിരുന്നു അതിൻ്റെ. ആ സമയത്താണ് പെട്ടെന്ന് ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ ഏകദേശം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സുരേഷ് ഗോപി ആ സിനിമയിൽ നിന്ന് പിന്മാറുന്നത്. അപ്പോൾ സുരേഷ് ഗോപി സിനിമയിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സുരേഷ് ഗോപി പറഞ്ഞു എനിക്ക് FIR എന്ന് പറഞ്ഞ സിനിമ ചെയ്യാനുണ്ട്, അപ്പോൾ എനിക്ക് അതിന് പോയേ പറ്റൂ എന്നും പറഞ്ഞ് പല തെറ്റിദ്ധാരണകളുടെ പുറത്താണെന്നൊക്കെ പിന്നീട് കഥകളൊക്കെ ഉണ്ട്. എന്തായാലും സുരേഷ് ഗോപി സിനിമയിൽ നിന്ന് പിന്മാറി. അപ്പം ഇനി ആര് എന്ന് പറയുന്ന ഒരു ചോദ്യത്തിലിരുന്ന സമയത്താണ് ഇന്നസെൻ്റ് ആണ് ഇവരോട് പറഞ്ഞത് നമുക്ക് ജയറാമിൻ്റെ അടുത്ത് പോകാം. അപ്പോൾ അന്ന് ഇന്നസെൻറ്റും ജയറാമും ഒക്കെ സൂര്യപുത്രൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൂര്യപുത്രൻ്റെ ലൊക്കേഷൻ ചെന്നു. ജയറാമിനോട് കഥ പറയുന്നു സിദ്ദിഖ്. ജയറാം എന്നിട്ട് പറഞ്ഞു ഇത് ഉഗ്രം കഥയാണല്ലോ, ഇത് സുരേഷ് ഈ കഥ കേട്ടില്ലേ, ഞാൻ വേണമെങ്കിൽ സുരേഷിനോട് പറയാം എന്ന് ജയറാം പറഞ്ഞപ്പോൾ സിദ്ദിഖ് പറഞ്ഞില്ലേ സുരേഷ് ഗോപി ഇനി അത് ഒഴിവാക്കിയതില്ല, ഇനി വേണ്ട, ജയറാമിന് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ജയറാം പറഞ്ഞു എനിക്ക് ഓൾറെഡി വേറൊരു സിനിമയുണ്ട്, സത്യൻ അന്തിക്കാടിൻ്റെ വീണ്ടും ചില വീട്ടുകാര്യങ്ങളാണത്. അപ്പോൾ അതും വിഷുവിനാണ് റിലീസാവാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതും ചെയ്ത് രണ്ടും ക്ലാഷ് ആവാം, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ രണ്ട് സിനിമയും വിഷുവിനുണ്ടാവും, കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ജയറാമാണെങ്കിൽ എനിക്ക് ഓക്കെയാണ് എന്ന് സിദ്ദിഖ് പറഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ് സിനിമയിൽ നമുക്ക് ഇന്ന് എല്ലാവർക്കും അറിയാം ലാസറളയപ്പ് എന്ന് പറയുന്ന റോള് അത് ജഗതി ശ്രീകുമാറാണ് തകർത്ത് അഭിനയിച്ചിരിക്കുന്നത്. ശരിക്കും അന്ന് അത് ഇന്നസെൻ്റ് ആയിരുന്നു. കാരണം ഇന്നസെൻ്റ് ഇവരുടെ സ്വന്തം ആളാണ്, സിദ്ദിഖിൻ്റെ സ്വന്തം ആളാണ്. കാബൂളിവാല ആയാലും ഗോഡ് ഫാദർ ആയാലും ഒക്കെ ഇന്നസെൻ്റ് തകർത്ത് അഭിനയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നസെൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ജയറാമിനെ ഒന്ന് ഇവരെ കൂട്ടി യോജിപ്പിച്ച്. ജയറാം അതിന് മുമ്പ് ഇവരുടെ സിനിമയിൽ അഭിനയിച്ചിട്ടില്ലേ, റാംജി റാവുവിലൊക്കെ അഭിനയിക്കാൻ ജയറാമിനെ അപ്രോച്ച് ചെയ്തിരുന്നായിരുന്നു. പിന്നീട് ജയറാം ഇവരുടെ കലാഭവൻ സുഹൃത്തൊക്കെയാണ്. പക്ഷേ ജയറാം ഒരിക്കലും സിദ്ദിഖ് ലാൽ സിനിമകൾ അഭിനയിച്ചിട്ടില്ല. അപ്പോൾ ജയറാമിനെ ഒന്ന് കൂട്ടി ഇവരെ തമ്മിലൊന്ന് കണക്ട് ചെയ്ത് ഓർഗനൈസ് ചെയ്തതൊക്കെ നമ്മുടെ ഇന്നസെൻ്റ് ആണ്. പക്ഷേ ആ സമയത്ത് തന്നെ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, അതുപോലെ മേഘം എന്ന് പറയുന്ന പ്രിയദർശൻ്റെ സിനിമ, ഇതിലേക്കൊക്കെ ഇന്നസെൻറ്റിനെ അതിൻ്റെ സംവിധായകർ വിളിച്ചു. ഒന്ന് സത്യൻ അന്തിക്കാടാണ്, ഒന്ന് പ്രിയദർശനാണ്. ഇന്നസെൻ്റ് ആകെ കൺഫ്യൂസ്ഡായി. കാരണം സിദ്ദിഖ്, പ്രിയദർശൻ, സത്യൻ അന്തിക്കാട് 3 പേരും വളരെ പ്രിയപ്പെട്ടവർ. ഞാൻ ഒരാൾക്ക് ഡേറ്റ് കൊടുത്താൽ മറ്റേ 2 പേരെ നോ പറയേണ്ടി വരും. ഞാനിതിൽ ആർക്ക് ഡേറ്റ് കൊടുക്കും, ആരോട് നോ പറയും? 3 പേരും പ്രിയപ്പെട്ടവർ. അപ്പോൾ ഇന്നസെൻ്റ് പറഞ്ഞു, സിദ്ദിഖിൻ്റെ അടുത്ത് പറഞ്ഞു ഞാനൊരു തീരുമാനം എടുത്തു, ഞാൻ 3 പടവും ചെയ്യുന്നില്ല, ഞാൻ ആരുടെയും പടം ചെയ്യുന്നില്ല. എനിക്ക് എൻ്റെ കുറച്ച് ഡേറ്റൊക്കെ ഞാൻ മാറ്റി വെച്ചിരുന്നു, നിങ്ങൾക്ക് വേണ്ടിയൊക്കെ മാറ്റി വെച്ചിരുന്നു, ഞാൻ അതെല്ലാം ഒഴിവാക്കി, ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കാൻ പോകണം. അപ്പോൾ സിദ്ദിഖ് പറഞ്ഞു, നമുക്കറിയാം സംവിധായകൻ സിദ്ദിഖ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞു അയ്യോ അത് ചേട്ടനാണെന്ന് നോക്കണ്ട, അപ്പോൾ എൻ്റെ സിനിമ ചെയ്തില്ലെങ്കിൽ ചേട്ടൻ വേറെ അവരുടെ സിനിമ ചെയ്തോ, ഒരു കുഴപ്പമില്ല, ചേട്ടനതിൽ ഏത് സിനിമയാണോ ഇഷ്ടപ്പെട്ടത് അത് ചേട്ടൻ ചെയ്തോ, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പക്ഷെ പറഞ്ഞു ഇല്ല ഞാൻ ചെയ്യുന്നില്ല, എനിക്ക് നിങ്ങൾ 3 പേരും ഒരുപോലെയാന്ന് പറഞ്ഞ് ഇന്നസെൻ്റ് വെറുതെ ഇരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് നമുക്കറിയാം ജഗതി ശ്രീകുമാർ വന്നു, തകർത്ത് അഭിനയിച്ചു ലാസറളയപ്പിന്. ഇന്നസെൻ്റ് ആയിരുന്നെങ്കിൽ വേറെ തരത്തിലാക്കുമായിരുന്നു, ജഗതി വേറെ തരത്തിലാക്കി. ഇത് കഴിഞ്ഞ് വീണ്ടും ചില വീട്ടുകാര്യങ്ങളൊക്കെ വേറെ. അതിൽ ശരിക്കും പറഞ്ഞാൽ വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലും ഈ പറഞ്ഞ പോലെ മേഘത്തിലൊക്കെ ഇന്നസെൻറ്റിന് ഏത് റോളായിരുന്നു അതിൻ്റെ സംവിധായകർ ഉദ്ദേശിച്ചിരുന്നെന്നുള്ളത് പിന്നീട് എവിടെയും ഇവർ പറഞ്ഞിട്ടില്ല. എനിക്കും അറിയില്ല, നിങ്ങൾക്കൊക്കെ അത് അറിയുമെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. കാരണം എനിക്ക് തോന്നുന്നു വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ നെടുമുടി വേണു ചെയ്ത ഒരു കോമിക് ക്യാരക്ടറുണ്ട് സംയുക്ത വർമ്മയുടെ ഒരു അമ്മാവനായിട്ട്. ഇനി അതാണോ അതോ ഒടിൽ ഉണ്ണികൃഷ്ണൻ ചെയ്ത പള്ളിയിൽ അച്ഛൻ്റെ ഒരു ക്യാരക്ടറാണോ ഏതാണെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഇന്നസെൻ്റ് അതിൽ ഏതൊരു ഗംഭീര റോള് സത്യൻ അന്തിക്കാട് മാറ്റി വെച്ചിരുന്നു. ലോഹിദാസ് ആയിരുന്നു എൻ്റെ സ്ക്രിപ്റ്റ്. അപ്പോൾ അവരെന്തെല്ലാം അത് മാറ്റി വെച്ചിട്ടുണ്ട്, പക്ഷേ വേറെ ആരോ അത് ചെയ്തു. അപ്പോൾ ഇന്നസെൻറ്റിനെ കുറിച്ച് എപ്പോഴും ഓർക്കുമ്പോൾ പലരും സിദ്ദിഖൊക്കെ പിന്നീട് പല അഭിമുഖങ്ങളിലും പല ആർട്ടിക്കിളിലൊക്കെ പറയാറുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു കാര്യം. അതായത് ഒരു നടന് ചെയ്യില്ല, എത്ര പൈസ ഉണ്ടാക്കായിരുന്നു. ചില നടന്മാരാണെങ്കിൽ ചിലപ്പോൾ 3നും ഡേറ്റ് കൊടുത്ത് 3നും അഡ്വാൻസും മേടിച്ച് എങ്ങനെയെങ്കിലൊക്കെ അഭിനയിച്ച് ഒപ്പിക്കാറുണ്ട്. പക്ഷേ ഇന്നസെൻ്റ് ഒന്നും ചെയ്തില്ല. പിന്നീട് ഇന്നസെൻ്റ് തമാശ രൂപേണ പറയും എന്നും അഭിനയിച്ചുകൊണ്ടിരുന്നാൽ പോരോ, പേരക്കുട്ടികളുടെ കൂടെയൊക്കെ ഇരുന്ന് കളിക്കണം, നമ്മളൊന്ന് വെറുതെ പുറത്തേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രകൃതി ആസ്വദിക്കണം, പൂക്കളും കിളികളും അങ്ങനെയൊക്കെ തമാശ രൂപേണൊക്കെ പറയും. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ആസ്വദിച്ച് വെറുതെ വീട്ടിലിരിക്കുകയായിരുന്നു എന്നാണ് ഇന്നസെൻ്റ് പറഞ്ഞത്. അപ്പോൾ ഫ്രണ്ട്സ് സിനിമയും ഇന്നസെൻറ്റിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും ചില വീട്ടുകാര്യങ്ങളും മേഘത്തിലും ഇന്നസെൻ്റ് ഏത് റോളായിരുന്നു ഒഴിവാക്കിയെന്നുള്ളത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളത് കണ്ടുപിടിച്ച് നമ്മളോടൊന്ന് ഷെയർ ചെയ്യുക.